നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇതുപോലൊരു വലിയ വേദിയിൽ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അത് പ്രത്യേകിച്ചും സന്തോഷ് സാറിൻ്റെ ഒപ്പം ആകുമ്പോൾ ഒരു വലിയ വേറൊരു സന്തോഷം. കാരണം വളരെ ഇപ്പം ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴുവും, രണ്ടാമത്തെ പുസ്തകം തപോമയുടെ അച്ഛനുമാണ്. നോവൽ സന്തോഷ് സാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന മനോഹരമായ നോവൽ. അത് എഴുതിയ ആളോടൊപ്പം ഒരു വേദി പങ്കിടുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. മോഡറേറ്റർ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ആ പരിപാടി ആദ്യം എടുക്കാം എന്നുള്ളതാണ്. എനിക്കിനി നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പസിൽ ഗെയിം ആണല്ലോ, സാഹിത്യത്തിലെ പസിൽ ഗെയിം. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റിൽ മനസ്സിൽ വന്നത് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലാണ്. തപോമയുടെ അച്ഛനിൽ ഈ നമ്മുടെ ലിപികൾ വായിക്കുന്ന ചിത്രലിപികൾ എന്ന് പറഞ്ഞാൽ ശിലാലിഖിതങ്ങൾ പോലെയുള്ള ചിത്രലിപികൾ വായിക്കുന്ന ആ ഒരു ടെക്നിക്കിലൂടെയാണ് കഥയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും കഥയിലൂടെ കടന്നു പോകുന്നതെല്ലാം ആ ഒരു ടെക്നിക്കിലൂടെയാണ്. ഇതേ ഒരു പരിപാടി എനിക്ക് തോന്നുന്നത് നമ്മുടെ നാരകങ്ങളുടെ ഉപമയിലും ഒരു പുരാവസ്തു ഗവേഷണം എന്നുള്ള ആ ഒരു പരിപാടിയിലൂടെ മുന്നോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ഇത് സാധാരണ ഒരു സിനിമാറ്റിക് ടെക്നിക്കായത്, ഒരു സിനിമാറ്റിക്, അതായത് ഒരു കുറ്റാന്വേഷണ കഥയൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇങ്ങനെ ഒരു നിഗൂഢമായ ലിപികൾ വായിച്ച് അതിലൂടെ കഥയിലേക്ക് എത്തുക എന്നുള്ളത്. ഈ തപോമയുടെ അച്ഛൻ എന്ന നോവൽ എഴുതുമ്പോൾ ഈ ലിപിന്റെ ആ സാങ്കേതികത്വം ഉണ്ടല്ലോ, ഈ നിഗൂഢമായ ലിപികൾ അത് കണ്ടെത്തുക, അതിലൂടെ ചുരുളഴിയുക എന്നുള്ള ആ സാങ്കേതികത്വത്തിനാണോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ ക്രിസ്റ്റഫർ നോളൻ്റെ. അപ്പം നോളൻ അതിനകത്ത് ആ സിനിമ നമുക്കിങ്ങനെ അറിയാം, ബ്ലാക്ക് ഹോളുകൾ, അതിനപ്പുറത്തേക്ക് പോകുന്ന ലോകം, അനേകം ഇതൊക്കെയാണ്. ആ ടെക്നിക്കലിയാണ് ആ സിനിമ സത്യത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനപ്പുറം ഒരച്ഛനും മകളും തമ്മിലുള്ള ഒരു വൈകാരികമായ ബന്ധത്തിനാണ് സിനിമയുടെ ഇന്നർ ലെയറിൽ കൂടുതലായിട്ടും ഇതുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, തപോമയുടെ അച്ഛൻ എഴുതുമ്പോൾ ഇതിലേതിനാണ് ആദ്യം മനസ്സിൽ സ്പാർക്ക് വന്നതും ഏതിനാണ് പ്രാധാന്യം കൊടുത്തതും എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്തതും? ഇതാണ് ഞാൻ. വലിയ സന്തോഷം. വിനോയ്ക്ക് അറിയാം, വിനോയ് ഞാനൊക്കെ കഥയിൽ എഴുതാൻ ശ്രമിക്കുന്നത് ഒരു പ്രമേയങ്ങളാണ്, അല്ലാതെ ടെക്നിക്സ് എന്നുള്ളത് അതിൻ്റെ ഒപ്പം വരുന്നതാണ്. അതിനുവേണ്ടി നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഥ എഴുതല്ല, തിരിച്ച് കഥ പറയാനായിട്ടൊരു പിന്നീട് ഒരു ഫോം രൂപപ്പെട്ടു വരും. ഫോമിനെ പറ്റി കാര്യമായ ഒരു ബാധ കയറാത്ത ആളുകളാണ് എന്ന് വിചാരിക്കും. അത് തെറ്റായിട്ടല്ല, ഫോം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരൊക്കെ നമുക്കുണ്ട്. ഈ പസിൽ ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഒരു കഥ പറയാം. ഒരു നോവല്, നമ്മുടെ NS മാധവന്റെ നോവലില് ലണ്ടൻ ബത്തീരി ലുത്തീനില് ഒരുപക്ഷെ പരോക്ഷമായിട്ടുള്ളൊരു സ്വാധീനം ആ നോവലിനുണ്ട്. ഒരു ഫ്രഞ്ച് നോവലാണ്, എനിക്ക് തോന്നുന്നു ഒരു 78-80 അടങ്ങിയിട്ടുള്ള ഒരു നോവല്, ലൈഫ് എ യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് പസിൽ ഗെയിമാണ്. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഭയങ്കരമായ കാശുണ്ടാക്കിയ ഒരു ധനികൻ, വളരെ ധനികനായിട്ടുള്ളൊരു മനുഷ്യൻ, 2ാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുമ്പ് ജീവിക്കാൻ തീരുമാനിക്കുക. അപ്പൊ ജീവിതത്തിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം അദ്ദേഹം ഒരു ഫ്ലാറ്റ്, ഒരു വലിയ അപ്പാർട്ട്മെന്റിനെ കേന്ദ്രീകരിച്ചാണ് ഇത് മറ്റേ നോവല് ആവിഷ്കരിക്കപ്പെടുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ 100 മുറികളുള്ളതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതിലൊരു റൂമിൽ ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയും അവിടെ വെച്ച് 10 കൊല്ലം കൊണ്ട് പെയിന്റിങ് പഠിക്കും. അതിനവിടെ 20 കൊല്ലം ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് 500 തീരങ്ങളിലെത്തും. 500 സമുദ്രതീരങ്ങളിൽ എത്തിയിട്ട് 500 സമുദ്രതീരങ്ങൾ ഇയാൾ പഠിച്ച പെയിന്റിങ്ങിൽ അസ്തമയം വരയ്ക്കും. ഒരു ബോർഡ് വെച്ച് അസ്തമയം, അതാവത്തെ സ്ഥലത്ത് അസ്തമയം വരയ്ക്കും. 20 കൊല്ലം. അത് തിരിച്ച് ഈ ഫ്ലാറ്റുകളിലേക്ക് അയച്ചു കൊടുക്കും. അത് തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരാൾ ഈ അയച്ചു കിട്ടുന്ന സൂര്യാസ്തമയങ്ങളുണ്ടല്ലോ, അതിന്റെ പെയിന്റിങ് അതങ്ങ് മുറിക്കും. അതിങ്ങനെ നമ്മൾ ഈ ജിക്സോ പസിൽ പോലെ മുറിക്കും. അത് അവിടെ നിന്നിട്ട് മാറ്റി വയ്ക്കും. ഇയാൾ 20 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ഇയാളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിച്ച സൂര്യാസ്തമയങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് പസിൽ പോലെ
കൂട്ടിച്ചേർത്ത് ഇത് ഏത് സ്ഥലത്ത് വരച്ചതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ അത് 20 കൊല്ലം അത് മനസ്സിലാക്കാനൊക്കെ എടുക്കും. തിരിച്ച് അതേ സ്ഥലത്ത് 20ാമത്തെ കൊല്ലം തികയുമ്പോൾ അതേ സ്ഥലത്ത് പോവുകയും അവിടെ ചെന്ന് ഇത് കഴുകി കളയുകയും ചെയ്യാന്നുള്ളത്. അപ്പോൾ 10 കൊല്ലം പഠിക്കാൻ, 20 കൊല്ലം സൂര്യാസ്തമങ്ങൾ വരയ്ക്കാൻ, തിരിച്ചു വന്ന് 20 കൊല്ലം പസിൽസ് കൂട്ടിച്ചേർക്കാൻ, അങ്ങനെ ദീർഘമായിട്ട് 50 കൊല്ലം ശൂന്യതയിലേക്ക്, അതായത് വരച്ചത് മുഴുവൻ ശൂന്യ, ഇങ്ങനെയുള്ളൊരു പസിലിന്റെ ഗെയിമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഫോമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗെയിമാണ്. എങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരുമ്പോൾ സംസാരിച്ച പോലെ ആദ്യമധ്യാന്തങ്ങളുള്ള ഒരു നോവലാണ്. ഇങ്ങനെ ഒരു പസിൽ ഗെയിം വരും. ഈ കേസിൽ ഇപ്പൊ തപോമയുടെ അച്ഛൻ എന്നുള്ളതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗൂഢലിപി എന്നുള്ളതുണ്ട്. ഈ ഗൂഢലിപി എന്നുള്ളത് യഥാർത്ഥത്തില് അതൊരു തന്ത്രം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ, ഉപാധി എന്നുള്ള രീതിയിൽ അതായത് ഒരു മനുഷ്യനെ അയാളോട് തന്നെ പറയാൻ മടി തോന്നുന്ന തരത്തിലുള്ള ഒരു കുറ്റം ഈ നായകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വായിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ആരോടെങ്കിലും തുറന്നു പറയലാണല്ലോ നമ്മുടെ സാധാരണ രീതിയിൽ നമുക്കുള്ള ഒരു ഒഴിവ് കിട്ടുക. കുമ്പസാരം ചെയ്യാൻ ആൾക്ക് ധൈര്യമില്ല. അപ്പൊ തൽക്കാലം ആരും കാണാതിരിക്കാൻ അയാള് ഒരു ലിപി, താൻ പരിചയിച്ചിട്ടുള്ള ലിപി കണ്ടെത്തുകയും അതിൽ എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരു മനസ്സിന് ഇങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് ലിപി ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ അയാൾ സ്വയം ഒരു കുറ്റസമ്മതം നടത്തുന്ന ഒരു കുമ്പസാരമായിട്ടാണ്. അയാൾക്ക് ഒരുപക്ഷെ കുമ്പസാരം നടത്തി തെറ്റ് പറയാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് പറയുന്നതോടുകൂടി തന്റെ മകനായിട്ടുള്ള ബന്ധം വെളിപ്പെടുകയും അയാൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ഇല്ലാതിരിക്കാൻ ആൾ വളരെ കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് തിരിഞ്ഞു പോകുമ്പോൾ തിരുത്താൻ പറ്റുന്നില്ല. തിരിച്ച് ഒരാളുടെ മരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ടാണ്. അപ്പം അവിടെയും വളരെ വ്യക്തമാണ് കാര്യം. നമ്മൾ ഫോം അല്ല ആദ്യം ആശ്രയിച്ചതും, പ്രമേയം വർഷങ്ങളായിട്ട് മകനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത പറയാനാണ് ഈ നിഗൂഢ ലിപി ഉപയോഗിച്ചിരിക്കുന്നത്, ഈ നിഗൂഢ ശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഈ പസിൽ ഒരു വഴി. പിന്നെ അതിനല്ല ഇയാള് ചെറുപ്പം തൊട്ട് അതിൽ താല്പര്യമുള്ള ഒരാളായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇതറിഞ്ഞതിന് ശേഷം നമ്മൾ ആ കഥയിൽ കഥാപാത്രങ്ങളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാന് ശരിക്കും പറഞ്ഞാല് ഈ മുതൽ നോവലില് ആദ്യത്തെ ചോദ്യം, ഞാൻ തൃശ്ശൂര് ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. ഞങ്ങളുടെ ഒരു അഭിമാനം ഈ കുറിക്കമ്പനികളൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള എന്നാണ്. ചിട്ടിക്കമ്പനികളുടെ ഒരു ആസ്ഥാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് ആളുകൾ പരിഹസിച്ചാണ് പറയുന്നത്. സത്യത്തിൽ അതല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഏരിയയിലൊക്കെ നമ്മള് ഒരു പയറ്റ് നടത്തും. ഇതേ സംഭവം നമ്മള് ഈ ഏകാന്തതയുടെ 100 വർഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിലുണ്ട് ഈ കുറി. അതിനെ റാഫിൾ എന്ന് പറയും. അതും ഒരു ലോട്ടറി വിജയിച്ചു കഴിഞ്ഞാല് പശുക്കളെ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ഉപകാരമുള്ള പന്നികളെ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ അതില് അരമാൻഡാന്ന് എനിക്ക് തോന്നുന്നു അവര് ഒരുപാട് പന്നികളൊക്കെ, പിന്നെ മാർക്കസ് എഴുതുമ്പോ ഒരു പന്നിക്ക് ഒരു 100 പന്നി അങ്ങനെ കൂട്ടി വരുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ ഒരു തീമിലേക്ക് എത്തിയെന്ന് പറയാൻ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും വടക്ക് ഈ കണ്ണൂര് ഇരിട്ടി ഭാഗത്ത് താമസിക്കുന്ന വിനോയി അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം. ഈ സത്യത്തിൽ മുതൽ എന്ന് എഴുതുന്നത് ഒരു പ്രതികാരകഥയാണ്. പ്രതികാരകഥയല്ല, മകൾ മരിച്ചതിന് ഈ വിജയൻ മാഷ് എന്ന് പറയുന്ന ഒരു പുള്ളി പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലും ഒരു പസിൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മലയാളം പഠിക്കുന്നവർക്കറിയാം. വൃത്തം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ഏറ്റവും ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നം ഇല്ല, കാരണം അവരെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബാക്കി നമുക്കൊക്കെ പഴയ ഓർമ്മയുണ്ടാവും. ഈ ഗണം തിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ 3 അക്ഷരങ്ങളായി തിരിച്ച് പദ്യം ഗണം തിരിച്ച് വൃത്തം കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു പസിൽ പരിപാടി, അതാണ് സത്യത്തിൽ മുതലിൽ അങ്ങനെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ മുതലിൻ്റെ വിവിധ ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ ചിട്ടി. ശരിക്കും നിങ്ങൾ തൃശ്ശൂരുകാരുടേതല്ല. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂര് ആണ് ഇത് സാധനം ഉണ്ടാകുന്നത്. കണ്ണൂർ ഉണ്ടായെന്ന് പറഞ്ഞാൽ കണ്ണൂർ കടപ്പുറത്ത് ഞാനൊരു ചിട്ടി കമ്പനിയുടെ പരസ്യത്തിന് അവർ പരസ്യം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഈ ചിട്ടി കമ്പനിയുടെ മുതലാളി ഇതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അപ്പൊ ഈ ചിട്ടിയുടെ ചരിത്രമൊക്കെ പഠിച്ച് ശരിക്കും ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അപ്പൊ അയാളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് കിട്ടുന്നത്. അവിടെ എന്നാന്ന് വെച്ചാല് ശരിക്കും ഈ ചിട്ടി ആദ്യം തുടങ്ങുന്നത് ഈ കടപ്പുറത്ത് കളിക്കുന്ന ഈച്ചപ്പാക്യം എന്ന് പറയുന്നൊരു കളിയിലാണ്.
എന്ന് പറഞ്ഞാൽ ഈച്ചപ്പാക്കി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. കടപ്പുറത്ത് അങ്ങനെ കടലിൽ പോകാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇവരെല്ലാം ബീഡി ഇങ്ങനെ 10 പേരുണ്ടെങ്കിൽ 10 ബീഡി ഓരോരുത്തരും ഓരോ ബീഡി എടുത്ത് ഇങ്ങനെ ചുറ്റും വെക്കും. എന്നിട്ട് ആ ബീഡിയിൽ ആരുടെ ബീഡിയിലാണോ ഈച്ച വന്നിരിക്കുന്നത് അയാൾക്കാണ് ബാക്കിയുള്ള 9 ബീഡിയും കൂടെ അയാൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഈ പരിപാടിക്കാണ് ഈച്ച ഭാഗ്യം എന്ന് പറയുന്നത്. ഇതിന് എന്ത് ചെയ്ത് ഇതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈച്ചേനെ ഒഴിവാക്കി, എന്നിട്ട് നറുക്കിടാൻ തുടങ്ങി. അപ്പം നറുക്കിട്ടിട്ട് കൊടുക്കുക. അപ്പം അതും കഴിഞ്ഞപ്പം ഈ ബീഡി എന്നുള്ളത് മാറ്റിയിട്ട് പൈസയാക്കി. അപ്പം അത് ഇങ്ങോട്ട് കിട്ടി. അതും പിന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന പയറ്റെന്ന് പറയുന്ന സംഭവം കൂടെ, ഇത് വാഗ്ബടാനന്ദനാണ് ഈ ഊരാളെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കിയ നോവൽ പറയുന്നുണ്ട്. ഊരാളെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കിയ വാഗ്ബടാനന്ദനാണ് ഇതിനെ ചിട്ടിയായിട്ട് രൂപപ്പെടുത്തിയത്. അത് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലൂടെ അങ്ങനെ വന്ന് കൊച്ചി രാജ്യത്ത് പ്രചരിച്ചു. അങ്ങനെയാണ് തൃശ്ശൂര് ചിട്ടിയുടെ ആസ്ഥാനമായിട്ട്. ശക്തൻ തമ്പുരാൻ ആ കാലമൊക്കെ അങ്ങനെ താല്പര്യമുണ്ട്. ആള് കുറച്ച് പൈസയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. കപ്പലൊക്കെ ഉണ്ടാക്കി അങ്ങനെ വന്ന് അതെന്ത് ചെയ്ത് അത് അവസാനം ഇപ്പൊ നമ്മൾ നോക്കുമ്പോ സിനിമാ മേഖലയിലേക്ക് അങ്ങ് കയറി. ഇത് നേരെ പോയി ആന്ധ്രയിൽ ചെന്നപ്പം അവിടെ രാമോജി റാവു എന്ന് പറയുന്ന ആള് മാർഗദർശി ചിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, അതാണ് രാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സിനിമയുടെ അടിസ്ഥാനം. ഇപ്പൊ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഹബ്ബ് എന്നൊക്കെ പറയുന്ന അപ്പൊ ആ ഒരു പരിപാടി രാമോജി റാവു ഫിലിം സിറ്റി വന്നു. ഇവിടെ നമുക്ക് സിനിമയ്ക്ക് മെയിനൊരു ചിട്ടിക്കാരനാണല്ലോ ഏറ്റവും ഗംഭീരനായ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലേട്ടനാണ്. അതും ചിട്ടിയാണ്. അപ്പൊ ചിട്ടി സിനിമ ഈ ഒരു ബന്ധമൊക്കെ ഗവൺമെന്റും KSFE അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേ അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം പസിൽ ഗെയിമുകൾ, ലോട്ടറി ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിന്റെ ഭാവന എപ്പോഴും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് എനിക്കൊന്ന് മതത്തിലും ഇത്തരം, അതായത് ഒരു ഗെയിം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ക്രിസ്തു മതം ഇവിടെ ഈ ആദ്യം തന്നെ ഇവിടെ ഉണ്ടല്ലോ, ക്രിസ്തുമതം ആദ്യം തന്നെ ഇവിടെ ഉണ്ട്. പോർച്ചുഗീസുകാർ വരുമ്പം അവർ കാണുന്ന സുറിയാനി ഭാഷയിൽ വിചിത്രമായ ആചാരങ്ങളും പസിൽ ഗെയിംസ് ഉള്ള ഒരു സമൂഹമായിട്ടാണ് ക്രിസ്തുമതം ഇവിടെ കാണുന്നത്. അവരതിനെയെല്ലാം തിരുത്താൻ ശ്രമിച്ചതാണ് നമ്മുടെ കൂനകുരിശല്ലായതിനു മുമ്പുള്ള ഈ ഉദയം ബരൂർ സുനകദോസിലൂടെ തിരുത്താൻ ശ്രമിച്ചു. അതിനെ വീണ്ടും എതിർത്തു. അപ്പം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അതാണ് പാറമക്കൾ തോമക്കത്തനാരെ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുപോലെയുള്ള അവിടെയും ഈ ഗൂഢഭാഷയാണ്. മതങ്ങൾക്ക് എപ്പോഴും ഈ ആരാധനക്രമം ഗൂഢഭാഷയിലാകണം എന്നുള്ള, അതിൽ സാധാരണക്കാരന് മനസ്സിലാകാത്ത ഒരു ഭാഷയിലാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം പസിൽ ഗെയിംസ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്, ധാരാളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓർമ്മയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചരിത്രം? വിനോയ് പറഞ്ഞ ഒരു കാര്യം, ഈ പണ്ട് കാലത്ത് നമ്മൾ ബൈബിള് പഴയ ഭാഷ, ഗ്രീക്ക് പോലെയുള്ള ഭാഷകളിലോ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ലൂഥറിന്റെ ഒക്കെ ഒരു കാലത്ത് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിള് തർജ്ജമ ചെയ്യാൻ തുടങ്ങിയോട് കൂടിയിട്ട് അവിടെ വലിയൊരു വിപ്ലവം നടക്കും. കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ ഉണ്ടോ? കേരളത്തില് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു 18-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും ബൈബിളൊക്കെ തർജ്ജമ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആദ്യം മറ്റേ ബെയിലി ചെയ്യുന്നത് പിന്നെ പിന്നെ ബൈബിൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള ഒരു വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ ഈ പസിൽ ഗെയിമിന്റെ കാര്യത്തില് ഇപ്പൊ സാഹിത്യം അങ്ങനെ തന്നെയാണ്. സാഹിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിചാരിക്കുന്ന പോലെ ഒരു കൃത്യമായ കാര്യങ്ങൾ വെച്ചിട്ടല്ല ഒരിക്കലും എഴുത്ത് തുടങ്ങുന്നത്. എഴുത്ത് നമ്മളെ ഒരു പ്രമേയത്തിന്റെ ഒരു മുന വെച്ച് ഇങ്ങനെ തുടങ്ങുന്നു, അത് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൊരു വേറെ രീതിയിലുള്ളൊരു ഭാഗ്യാന്വേഷണം ഉണ്ട്. പല രചനകളും ഒരു മാസങ്ങളോളം പണിയെടുത്തിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചില സമയം പെട്ടെന്ന് കിട്ടും. അപ്പൊ അത് നമ്മളെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പല അടരുകളായിട്ട് എഴുതുന്ന ഒരു രചനയാണല്ലോ ഈ പുറ്റെന്ന് പറയുന്നത്. അതിനെ പറ്റി ഒന്ന് പറയാമെന്ന് എനിക്ക് ആഗ്രഹം. ഞാനത് വായിച്ചിട്ട് ഇപ്പൊ കുറെ ആയി, ഒരു 6 കൊല്ലമൊക്കെ ആയിട്ടില്ല. ആ സമയത്ത് അവിടെ ഇരുന്ന് പുറത്ത് വായിച്ചു. പുറ്റിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അതിലും ഇതുപോലെ കഥകൾ വെച്ചിട്ടുള്ള ഒരു പസിൽ ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരാൾ ഇവിടുന്ന് ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ഓർക്കണത് ഇയാളെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു
ആരോടും പറയാൻ ഒരു പ്രശ്നം ചെയ്തിട്ട് കുടിയേറ്റത്തില് പോവാണ്, ഒളിച്ചു പോകുന്ന ഒരാളാണ്. ഒരു പ്രദേശത്ത് പോയി അയാൾ അവിടെ ഒരു ജീവിതം, അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായി വരുന്നതിന്റെ ചരിത്രമാണ് പുറ്റ് എന്ന് പറയുന്നത്. പുറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നാട് എങ്ങനെ ഉണ്ടായി, അവിടെ അപ്പം ആളുകൾ എണ്ണി നോക്കുമ്പോൾ, ഞാൻ എണ്ണിയിട്ടില്ല, വായിച്ച കുറച്ച് പേരെ എണ്ണി നോക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു 350-360 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ നിരത്തി വെച്ചിട്ട് നമ്മളൊരു ഗെയിം ഉണ്ടാക്കലാണ്. ഈ ഗെയിം കറക്റ്റ് ശരിക്കും വായനക്കാർക്കും കൂടെ കിട്ടുമ്പോഴാണ് ആ പസില് ശരിക്കും അഴിയുന്നതും ആ പസിൽ ഗെയിം വരുന്നതും. സത്യം പറഞ്ഞാൽ ഏത് ഭാഷയും നമ്മൾ പഠിക്കുന്നത് വരെ നമുക്ക് പസിലല്ലേ. നമ്മൾ പഠിക്കുന്നത് വരെ ഏത് ഭാഷയും, ഇംഗ്ലീഷ് നമുക്കറിയില്ലെങ്കിൽ നമ്മളതൊരു പസിലായിട്ടല്ലേ വായിക്കുക. അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് വരുമ്പോഴാണ് ഇതേ പ്രോസസ്സ് നമ്മൾ എഴുതുമ്പോഴും നടക്കുന്നുണ്ട്. ഒരു കഥ ഇങ്ങനെ ചേർത്ത് വെച്ച് ഉണ്ടാക്കുമ്പോഴും നടക്കുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് തിരുവിതാംകൂർ ചരിത്രം മുതൽ എഴുതുമ്പോൾ തന്നെ ഞാൻ പറയാം, തിരുവിതാംകൂർ ചരിത്രം എനിക്കൊരു പസിലാണ്. മലയോര കുടിയേറ്റത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഏത് നാടിന്റെയും ചരിത്രമാണ്. ഓസ്ട്രേലിയയുടെ ചരിത്രമാണ്. ഓസ്ട്രേലിയ ഇതുപോലെ തന്നെ കുറ്റവാളികൾ പോയി താമസിച്ച് ഉണ്ടായി വന്നൊരു സ്ഥലമാണ്. അപ്പൊ ചുരുളി എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും മഹാമോശം സ്ഥലമായിട്ടല്ലേ ചുരുളിയെ പറയുന്നത്. തെറി എന്ന് പറയുന്നത് ചുരുളി കുറെ കാലം മനുഷ്യർ ജീവിച്ച് അവിടെ പോലീസ് വന്ന്, നിയമങ്ങൾ വന്ന്, കാര്യങ്ങൾ വന്ന് കുറെ കഴിയുമ്പോൾ ചുരുളി നല്ല സ്ഥലമായിട്ട് മാറും, പത്തനംതിട്ട പോലെ ആവും. ഒന്നുകിൽ കുറ്റവാളികൾ അല്ലെങ്കിൽ അടിമകള്, അവരല്ലേ ആദ്യം തുടങ്ങുന്നത്. അവരെ കൊണ്ടുപോയി വിടുന്ന സ്ഥലങ്ങളാണ്. ഞാനൊരു കഥ കേട്ടിട്ടുള്ളത്, കഥയാണ്, വാസ്കോഡ ഗാമ ഇങ്ങോട്ട് വന്നതേ, അപ്പൊ കൂടെ പോരാൻ ആരും ഇല്ലായിരുന്നു. കാരണം ഇത് കഥയല്ല, സത്യമാണ്. അല്ല, ഈ കൂടെ പോകാൻ ആരും ഇല്ലായിരുന്നു, ഒരാളും ഇല്ല. ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട്, എന്നാ പോയി കണ്ടുപിടിക്കാം. അങ്ങനെ പോകുമ്പോൾ ആരും ഇത് എവിടെ എത്തുമെന്ന് പോലും അറിയില്ല. അപ്പൊ അവിടുത്തെ ഉള്ള ഒരു ബാറിൽ പോയിട്ട് എല്ലാവരും നന്നായിട്ട് സാധനം മേടിച്ചു കൊടുത്ത് അടിച്ച് പാമ്പാക്കി ഇവനെല്ലാം ഓഫാക്കിയിട്ട് ഇവരെ എടുത്ത് കപ്പലിലിട്ട്, കുറ്റവാളികളെ അവന്മാർക്കെല്ലാം വെള്ളം മേടിച്ചു കൊടുത്തു. അവര് പോലും പോരാൻ തയ്യാറില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെ എന്ത് ചെയ്തു, വെള്ളം മേടിച്ചെടുത്ത് ഓഫാക്കി കപ്പലിലിട്ട്, കപ്പൽ വിട്ടു പോന്നു കഴിഞ്ഞിട്ടാണ് ഇവര് ഓണാകുമ്പോൾ കാണുന്നത് കപ്പൽ പുറപ്പെട്ട് നടുക്കടലില്ല, പിന്നെ എങ്ങും പോകാൻ പറ്റില്ല. അങ്ങനെയാണ് വാസ്കോഡ ഗാമ. നമ്മള് കാപ്പാട് വന്നപ്പോ ശരിക്ക് ഗാമയല്ല ആദ്യം ഇറങ്ങിയത്, ഇവരിലൊരാളെ ആദ്യം ഇറക്കി വിട്ടു. ശരിയാണോന്ന്. അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണം വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കുമല്ലോ, മരിച്ചു വീണില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അതുപോലെ ഇയാളെ ആദ്യം ഇറക്കി വിട്ട് ശരിക്കും അയാളുടെ പേര് ചരിത്രത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു കുറ്റവാളിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വന്നത്. ഒരുപക്ഷെ ഗാമാതിരി വലിയ കുറ്റവാളിയായിരിക്കാം, എന്നാലും പക്ഷെ അയാളുടെ പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ഒരു കഥയാണ് ഞാൻ ഇതിൽ പറയാൻ ശ്രമിച്ചത്, പുറ്റിൽ പറയാൻ. ഞാനപ്പം ഈ അന്ധകാരൻ അഴിയില് ഇപ്പോഴും നിങ്ങൾ ഈ നക്സലിസത്തിന്റെ അതിലൊക്കെ എങ്ങനെ കാണുന്നു എന്നറിയാൻ ഒരു ഇതുണ്ട്. അല്ല, നക്സലിസത്തെ പറ്റി എഴുതുന്നു എന്നല്ലാതെ നമുക്ക് അതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, അത് വിനോയ്ക്ക് അറിയാലോ. പക്ഷെ അന്ന് കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ മരിയ വർഗാസ് യോസയുടെ ഒരു നോവല് ആദ്യത്തിൽ ഞാൻ 90-ലേക്ക് വായിച്ചിട്ട്, അത് അയഹാന്തോ മൈത്തയുടെ യഥാർത്ഥ കഥ, ദ റിയൽ ലൈഫ് ഓഫ് അയഹാന്തോ മൈത്ത. അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിലൊരു അയഹാന്തോ മൈത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യനും കുറച്ച് ആളുകളും കൂടി ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇവര് ജയിലിലാവുകയൊക്കെ ചെയ്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ എവിടെ പോയി, ഇയാൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ ഒരു സംഘം പോവുകയും, പത്രപ്രവർത്തകരെ പോലുള്ള സംഘം പോവുകയും ഇയാളുടെ കൂടെ ജയിലിലായി പുറത്തു വന്ന ആളുകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ഇന്റർവ്യൂ ഇപ്പൊ വിനോയെ അന്വേഷിച്ച് വരുമ്പോൾ 100 ആള് വിനോയെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അതിൽ ഒരേ സംഭവം തന്നെ പലരും പറഞ്ഞു കേൾക്കണം. അതിന് അവസാനം മാത്രമേ ഈ മായത്തയിലേക്ക് എത്തുന്നു. മായത്ത ശരിക്കും 10 കൊല്ലം ജയിലിലായി. അയാൾ ഗതികെട്ട്, അയാളൊരു ട്രോട്സ്കി അനുകൂലിയാണെന്ന് പറഞ്ഞ അയാൾ പുറന്തള്ളി, സ്വവർഗാനുരാഗി എന്ന് പറഞ്ഞ് പുറന്തള്ളി. ഇതൊക്കെ കഴിഞ്ഞ് അയാളാണ് യഥാർത്ഥത്തിൽ സഹിച്ചത്. ഇവരെല്ലാവരും ഈ വാചകടിക്കുന്നുള്ളൂ. അങ്ങനെ 10-15 അധ്യായത്തിലൂടെ ഇങ്ങനെ ഇയാളുടെ പലതരത്തിൽ കഥകൾ പറയുകയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മള് ഇത് 62-ൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്, പെറുവിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഇതുണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് തന്നെ ഉണ്ടായല്ലോ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ബംഗാളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് ആ നോവലിനെ എങ്ങനെ നോക്കാം എന്നുള്ളത്. അപ്പൊ വിനോദ് ചോദിച്ച ചോദ്യം ഒരു പ്രസക്താണ്. ഈ വിപ്ലവമല്ല, ഏത് സംഭവമായാലും ഭരണം എന്നുള്ള അതിന്റെ ഒരു ഘട്ടം വരുമ്പോൾ ഒരു അധികാരം കയ്യിലേൽക്കും. അധികാരം കൂടുതൽ രൂക്ഷാവാൻ സാധ്യത. കാരണം ഇത്തരം തീവ്ര സംഘടനകൾ ശ്രമിച്ചറിയാം, ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് ആവുന്നത് അവരായിരിക്കും. ഏറ്റവും കൂടുതൽ ഒരിക്കലും ഒരാളെ സഹിക്കില്ല. അപരന്റെ
അവരുടെ വാക്കുകൾ സംഗീതമായിട്ട് തോന്നുന്നൊക്കെ നമുക്ക് അതിലൊക്കെ എഴുതി വെക്കാൻ പറ്റും. പക്ഷെ തൊട്ടടുത്തിരുന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം ഒരു വിഭജിതമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഇവർ നിൽക്കുന്നത്. അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു രചനയായിരുന്നു അങ്ങനെ ചെയ്യാൻ. ഇപ്പോഴും അപ്പോഴും എനിക്ക് അതിനോടൊരു വളരെ കാൽപ്പനികമായിട്ട് ഒരു ഭ്രമമായിട്ടാണ് തോന്നിയത്. ഈ തീവ്ര കാൽപ്പനികമായിട്ട് അതിൽ ചില വിഷയങ്ങൾ ഉണ്ടാവാം തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ദാരിദ്ര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എവിടെയെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. കഴിഞ്ഞ ദിവസം ഒരു പഴയ നക്സലൈറ്റ് ആയിട്ട് തലശ്ശേരിയിലുള്ളൊരു വക്കീലായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പഴയ നക്സലൈറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ച അവസാനം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു തീരുമാനം എന്നാണ് ചോദിച്ചാൽ, കേരളത്തിൽ നക്സലിസം രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. നക്സലിസം രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് എവിടെയാണ്? കലയിലും സാഹിത്യത്തിലുമാണ്. അത് സാധ്യതയുണ്ട്. കലയിലും സാഹിത്യത്തിലും കുറെ ഇപ്പം KJ ബേബിയുടെ മറ്റേ ഈ നാടകങ്ങൾ, KJ ബേബിയുടെ ഏത് നാടകം? നാടുകെത്തിക. അതുപോലെ തന്നെ വേണുസാറിന്റെ രചനകള്. പിന്നെ കുറെ ഇപ്പം അന്ധകാരനഴി പോലും കുറെ പേരെ ഉദ്ദീപിപ്പിച്ചിട്ടുണ്ട്. അപ്പം സാഹിത്യത്തിലും കലയിലുമാണ് നക്സലിസം എന്തെങ്കിലും കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ രാഷ്ട്രീയപരമായി ഒന്നും ചെയ്യാൻ അതൊരു വെറുതെ ഒരു പരിപാടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പം നേരത്തെ ഈ പറഞ്ഞ അധികാരത്തിന്റെ ഒരു പ്രശ്നം ഇപ്പം പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്. പത്തനംതിട്ട ആയതുകൊണ്ട് ഞാൻ ശരിക്കും കരിക്കോട്ടക്കരി എഴുതുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ഭൂമി, അപ്പൊ എസ്റ്റേറ്റുകളാണ് വിഷയം. അപ്പം അന്ന് ഈ അവസാനം കരിക്കോട്ടക്കരിയുടെ അവസാനം ഇറാനിമോസ് ഫിലിപ്പോസ് എന്ന് പറയുന്ന നായകൻ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലേക്ക് ഫുൾ ഭൂമിയും എസ്റ്റേറ്റും എല്ലാം വരികയാണ്. ഇതെന്ത് ചെയ്യും? ഇതാരാണ് ഇതിന്റെ ഉടമസ്ഥർ? അപ്പൊ ഈ നോവലിന്റെ ക്ലൈമാക്സ് എഴുതാൻ, കൺക്ലൂഷൻ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ചെങ്ങറ ഭൂസമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ചെങ്ങറ ഭൂസമരം ഭയങ്കരമായി ലാഹിൽ അല്ലെ ഗോപാലൻ, പിന്നെ സെലീന പ്രക്കാനം, ലാഹിൽ ഗോപാലൻ, ഇവരൊക്കെ കൂടി. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായത് ഇതൊരു വൻ മൂവ്മെന്റ് ആയി മാറും. സമരങ്ങളുടെ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നും എസ്റ്റേറ്റുകളെല്ലാം എല്ലാവർക്കും കിട്ടുമെന്നും ഭൂമിയിൽ ഭൂരഹിതർക്ക് എസ്റ്റേറ്റുകൾ കിട്ടുമെന്നും മറ്റു പരിപാടികളൊക്കെ കിട്ടുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ കരിക്കോട്ടക്കരി എന്ന നോവലിന്റെ ക്ലൈമാക്സിൽ അങ്ങനെയാണ് എഴുതി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ എല്ലാവർക്കും വിതരണം ചെയ്ത്, അതൊരു കാൽപ്പനികമായ സ്വപ്നമായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനുള്ള ഈ ഗോപാലനും സെലീന പ്രക്കാനും എല്ലാം അടിച്ചു പിരിഞ്ഞ് അവരെല്ലാം കൂടെ എല്ലാം ഭിന്നിച്ച് ആ സമരവും അവര് പിരിയുമ്പോഴും അവര് പറയുന്ന ഒരു ആശയം ആശയമൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിലേക്കുള്ളൊരു മുന്നേറ്റത്തിന് അവിടെയും ഞാൻ ചോദിക്കുന്ന അധികാരമല്ലേ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? അപ്പം ആ ആശയം നമ്മൾ അതുകൊണ്ട് കരിക്കോട്ടക്കരി നോവൽ 10 വർഷത്തിന് ശേഷം ഞാൻ തിരുത്തി എഴുതി. അതുകൊണ്ടാണ് തിരുത്തി എഴുതേണ്ടി വന്നത്. അതുകൊണ്ടാണ് കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവല് 10 വർഷത്തിന് തിരുത്തി എഴുതി. ഈ എസ്റ്റേറ്റ് എന്ത് ചെയ്യും? ഈ എസ്റ്റേറ്റ് ഇറാനിമോസ് തന്നെ ഏറ്റെടുക്കും. എന്നിട്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു വ്യവസായ സംരംഭമാക്കി ഇതിനെ മാറ്റും. ഇതാണ് പുതിയ കാലത്തേക്ക് ഞാൻ കാണുന്ന നക്സലിസം വേണ്ട ഏരിയ. അതാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ കൊണ്ടപ്പള്ളി സീതാരാമയ്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെലുങ്കാന സമരത്തിന്റെ ഒക്കെ ശേഷം വരുന്ന സുന്ദരയ്യയുടെ ഒക്കെ ശിഷ്യനായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ വിപ്ലവകാരിയാണ്. അവര് നിരവധി രൂപത്തിൽ പിരിഞ്ഞു. കൊണ്ടപ്പള്ളി സീതാരാമയ്യയുടെ ഭാര്യ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അത് വളരെ തെലുങ്കിൽ ഭയങ്കര നിർജ്ജന അങ്ങനെ എന്തോ ഒരു പേരിലാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് ഞാനത് വായിച്ചാൽ. മലയാളത്തിൽ തർജ്ജമ വന്നിട്ടുണ്ട്. ചെറിയ പുസ്തകം, ഒരു 100-120 പേജ് ഉണ്ടാവുള്ളൂ. അതില് ഈ മൂവ്മെന്റിന്റെ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ അതില് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങള്, ഈ കൊണ്ടപ്പള്ളി പോലും അതില് ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് പ്രസ്ഥാനത്തെ അല്ല, ഈ സ്ത്രീയാണ്. ശരിക്കും ഈ സ്ത്രീ അതേപോലെ ഒരു ത്യാഗമൊക്കെ സഹിച്ചു വന്നിട്ടുള്ള ഒരു വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള ഒരു ആളാണ്. അവര് എവിടെ കൊണ്ടപ്പള്ളി എന്തോ ഒരു കോടേശ്വരമ്മ എന്നാണ് അവരുടെ പേര്. അവരുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഈ 100 പേജിൽ ഞെട്ടിക്കുന്ന ഒരു ഇതാണ്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു വേറെ രീതിയിലൊരു രേഖ കൂട്ടിയായിട്ട് കണക്കാക്കണം. അതിന്റെ അർത്ഥം ഇപ്പൊ വളരെ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളെ പോയി വെടിവെച്ച് കൊല്ലുന്നതോ ശരിയാണെന്ന അഭിപ്രായത്തിലല്ല പറയില്ല.
പക്ഷെ ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തുള്ള ഒരു തുടക്കത്തിന്റെ ഒരു ആവേശത്തിൽ, ചെറുപ്പത്തിന്റെ ആവേശത്തിൽ ആളുകൾ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ അതിലൊരു അധികാര സ്ഥാപനമായിട്ട് സ്വയം മാറുകയും ചെയ്യുന്നുള്ളതിന് യാതൊരു. KJ ബേബിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പറ്റി ഒരു അനുസ്മരണം എഴുതുമോ എന്ന് എന്നോട് അവിടെയുള്ള ഒരു പബ്ലിഷറും ഒക്കെ അവർ ചോദിച്ചു. അപ്പം ഞാൻ ഈ KJ ബേബിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ടീച്ചർ മരിക്കുന്നതിന് മുമ്പ്, KJ ഭാര്യ ഷേർലി ടീച്ചർ മരിക്കുന്നതിന് മുമ്പ് അവരെ പോയി കണ്ടിരുന്നു. അവരപ്പം പറഞ്ഞ കുറേ കഥകളുണ്ട്. ഈ കൊണ്ടപ്പള്ളിയുടെ കഥ പറഞ്ഞപ്പോഴാണ്. അപ്പം അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അവരുടെ വിദ്യാഭ്യാസ പദ്ധതി എന്തായിരുന്നു, അതിനെ കേരളത്തിലെ ബുദ്ധിജീവികൾ ചെന്നിട്ട് എങ്ങനെ നശിപ്പിച്ചു എന്നതിൻ്റെ കഥയാണ് വയനാട്ടിലെ കനവ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ. കനവിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് പോയി കണ്ടാൽ അറിയാം. ബേബിച്ചേട്ടൻ ഈ ഷേർലി ടീച്ചറും വലിയ സ്വപ്നങ്ങളോടുകൂടി തുടങ്ങിയ ഒരു പരിപാടി, അതിനെ കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം കൂടെ അങ്ങ് ചെന്ന് ആക്രമിച്ച് തകർത്തതിൻ്റെ കഥയാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ അനുസ്മരണത്തിന് ഇതെങ്ങനെ ഇടുക? ഞാൻ പറഞ്ഞു, ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക, നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് ഇടുക, എനിക്ക് അനുസരിക്കാനുള്ളത് ഇതാണ്. കാരണം ബുദ്ധിജീവികളെ പരമാവധി നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുകയാണ്, അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും അതൊരു വളരെ പ്രധാനപ്പെട്ടാണ്. ആ പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ള ആരെയും നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കരുത് പരമാവധി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപദേശമായിട്ട് കേൾക്കുകയും ചെയ്യരുത്. അത് നമ്മൾ കാറിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആന്റി ഇന്റലക്ച്വൽ ആയിട്ട് കണക്കാക്കുന്നേ ഭയങ്കര. ഇവരെ എന്ന് വെച്ചാൽ ഞാൻ നോവൽ എഴുതി തുടങ്ങുന്ന കാലത്ത് എന്നോടൊരു ബുദ്ധിജീവി ഉപദേശിച്ചു. എന്താ ഉപദേശം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ വായിക്കാൻ വേണ്ടി എഴുതരുത്. എന്തിനാണ് നമ്മളങ്ങനെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ എഴുതരുത്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി എഴുതണം. അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, ആ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഇവിടെ വിളിക്കുകയില്ല, ആരും എന്നെ വിളിക്കുകയില്ല, ഒരു മനുഷ്യൻ എന്നെ അറിയുകയില്ല. ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതരുതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ ബുദ്ധിജീവൻ. അതാണ് ഞാൻ പറഞ്ഞ ഈറ്റങ്ങളെ എന്ത് പ്രസ്ഥാനത്തിലോ നമ്മൾ അവരുടെ ഉപദേശത്തിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൂടാ. ബുദ്ധിജീവികളുടെ ഉപദേശത്തിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, കാരണം നമുക്കറിയാം അവർ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് മതപരമായ സാധനമില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ഒന്നുമില്ല, ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പം അച്ഛന്മാർക്കാണേലും ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിലാണ് നമ്മൾ ഉറച്ചാ പോകുന്നത്. ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പം കാണുന്നത് ഇപ്പം വിശ്വാസം, അത് അടുത്ത് കാണുന്ന അടുത്ത വിശ്വാസം, അടുത്ത പോയി. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഇവരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഞാൻ പറഞ്ഞത്. ഞാൻ അത് വന്നപ്പം ഒരൊറ്റ കാര്യം കൂടെ, നമ്മൾ പസിൽ ഗെയിമിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ രണ്ടും തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കഥയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചു നേരം തള്ളിയിട്ട് ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട്. ഞാനിപ്പോ പറയുന്നത്, ഇപ്പൊ നമ്മളതിനേക്കാൾ ഇനിയിപ്പോ ബിനോയ് ഇപ്പൊ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമേയത്തെ പറ്റി വേണമെങ്കിൽ അത് സൂചിപ്പിക്കാം. അത് മുഴുവൻ പറഞ്ഞ ഇവര് നോവൽ എഴുതും. അതെന്നാന്ന് വെച്ചാല് അത് പറയാം. ഞാന് ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദേശാഭിമാനി വാരികയിൽ എൻ്റെ ഒരു പുതിയ നോവൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരാതി എന്നാന്ന് വെച്ചാൽ, ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപനം കൂടെ ആയതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും സാഹിത്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് എനിക്ക് അറിയാം, നമ്മളെ രണ്ടുപേരെയും ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ അധികം വായിച്ചിട്ടുണ്ടാവില്ല. ഈ പിള്ളേരാരും തന്നെ അധികം വായിച്ചിട്ടുണ്ടാവില്ല. എന്നെ കുറച്ച് ചിലപ്പം അറിയണമെങ്കിൽ, ഞാൻ എവിടെ പോയാലും അറിയണമെങ്കിൽ ചുരുളി എന്ന് പറഞ്ഞാലാണ് കുറച്ചൊന്നറിയാം. ചുരുളി നല്ല രീതിയിലാവില്ല. അത് ആ ഒരു ലേബലിൽ മാത്രമാണ് ഞാൻ കുറച്ചറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ചുരുളി ഇല്ലാത്തതുകൊണ്ട് അതുമില്ല. പക്ഷെ മദനോത്സവം പുള്ളിയുടെ മഞ്ഞക്കാരൻ തങ്കച്ചനാണ്. അങ്ങനെ അതിനേക്കാൾ ഉപരി ബിനോയ് പാഠപുസ്തക കമ്മിറ്റി അംഗമായിരുന്ന കാലം. അന്ന് ബിനോയ് എഴുത്തുകാരനല്ല, എഴുത്തിലായിട്ടില്ല. അന്ന് എൻ്റെ ഒരു കഥ എടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കായിട്ടുണ്ട്. അന്ന് കരിക്കാട്ടക്കരി എഴുതുന്നതിന് മുമ്പാണ്, ജസ്റ്റ് എഴുതിയിട്ടില്ല, പ്രശസ്തനല്ല. അപ്പൊ ആ കഥയാണ് ഒരുപക്ഷെ ഇത് കൊല്ലം മാറിയത് തോന്നുന്നു. ഞാൻ ആകെ വായിച്ചിട്ടുള്ള കേരളം വർഷമായിട്ട് ഈ സന്തോഷ് കുമാറിനെ എല്ലാ പിള്ളേരും അങ്ങനെ നിങ്ങൾ അറിയാം കേട്ടോ. അറിയത്തില്ല ഈ നമ്മുടെ ഏത് റേഡിയോ, മറ്റേ റേഡിയോ എന്ന് പറയുന്ന കഥ, പണയം എന്ന് പറയുന്ന കഥ, പണയം എന്ന് പറയുന്ന കഥ പഠിച്ചിട്ടില്ലേ? പണയം എഴുതിയ ആളാണ് ഈ ഇരിക്കുന്നത്. അപ്പം പണയം എന്ന് പറയുന്ന കഥ അതെനിക്ക് പാഠപുസ്തകത്തിൽ വെക്കാൻ നേരം ഞാൻ ചോദിച്ചു, ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ വല്ലതും ഉണ്ടോ? അപ്പൊ അന്നേരമാണ് ഈ മനുഷ്യനെ എനിക്ക് മനസ്സിലാകുന്നത്, ഇയാളോട് സംസാരിക്കാൻ കൊള്ള, ഇയാള് ബുദ്ധിജീവി അല്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പിടികിട്ടുന്നത് ആ സമയത്ത്. എന്ന് വെച്ചാൽ പുള്ളിയോട് പറഞ്ഞു, ഒരു കഥ എന്തെങ്കിലും ഇല്ല ബിനോയ്, എൻ്റെ അടുത്ത് അങ്ങനത്തെ കഥയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു റേഡിയോയിൽ വായിച്ചൊരു കഥ ഉണ്ടായിരുന്നല്ലോ, റേഡിയോയിൽ വായിച്ചൊരു കഥ. അപ്പം പുള്ളി പറഞ്ഞു, അതുണ്ട്, അതങ്ങനെ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്ന് തരുവാണെങ്കിൽ. അങ്ങനെ എനിക്കത് അയച്ചു തരുന്നു. ഞാനത് പാഠപുസ്തക സമിതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അത് പാഠപുസ്തകത്തിൽ വെക്കുന്നു.
ഇത്രയും ഞാൻ പറയുന്നു, ആ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കുട്ടികൾ ആസ്വദിച്ചതും ഏറ്റവും വൈകാരികമായി കൊണ്ടുപോയതും ആയൊരു കഥ ഈ പണയമാണ്. അപ്പം പണയം എഴുതിയതിന് ശേഷം ഞാനത് പുള്ളിയോട് പറഞ്ഞു, ഒരു പുസ്തകമായിട്ട് ഇറക്ക്. അപ്പോൾ സാധാരണ ഇവിടെ ഒരാളുടെ കൃതി പാഠപുസ്തകത്തിൽ വന്നാൽ അയാൾ അത് അന്നേരം പുസ്തകമായിട്ട്, കാരണം ഒരു 4.5 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന പരിപാടി ചെയ്ത്, അപ്പോൾ ഒരു പുസ്തകം അതേ ടൈറ്റിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പുസ്തകം പെട്ടെന്ന് തന്നെ ഇഷ്ടംപോലെ വിറ്റുപോകും. അപ്പം ഞാൻ പറഞ്ഞു ഇയാളോട് ഒരു ഇറക്കെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇപ്പം നാരകങ്ങളുടെ ഉപമേലം കണ്ടാണ് അത് വെച്ചേക്കുന്നത്. അത് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ പോലും നാരകങ്ങളുടെ ഉപമയ്ക്ക എന്നുള്ള ആരും അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒരു കഥ. കാരണം ഈ 4.5 ലക്ഷം പേര് പഠിക്കണം. അതിങ്ങനെ 10 കൊല്ലം 45 ലക്ഷം കൊല്ലം 10ലായതുകൊണ്ട് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ അച്ഛനമ്മമാര് പഠിക്കും. അപ്പൊ ഒരു 50 ലക്ഷം 60 ലക്ഷം ആൾക്കാർ വായിച്ചിട്ടുണ്ടാവാം. കുറെ നാടകമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? പിള്ളേര് വായിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം അതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധ്യാപകർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ പ്രശ്നം മാത്രമാണ് അതിന് പറ്റിയിട്ടുള്ളത്. ബാക്കി പിള്ളേരൊക്കെ ആയിട്ട് വായിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. കുറെ പരിപാടികൾ നമ്മൾ പുസ്തകത്തില് 10 ബഷീറിന്റെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വിശ്വവിഖ്യാതമായ മൂക്കായിരുന്നു. അതെ, മിക്കവാറും ഒരു 95% ആൾക്കാരും വിശ്വവിഖ്യാതമായ മൂക്ക് മാത്രമേ ബഷീറിനെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ആരും തെറ്റൊന്നല്ല, ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. അല്ല, യാഥാർത്ഥ്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സാഹിത്യമാണ് കേരളത്തിലെ 99% ആളുകളും വായിച്ചിട്ടുള്ള സാഹിത്യം. അതിനപ്പുറത്തേക്ക് സാഹിത്യകാരന്മാരോ സാഹിത്യമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെയാണ് അതിനകത്ത് മെയിൻ കാര്യം. അപ്പം ഞാൻ പുതുതായി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ കുട്ടികളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാം. അതായത് ഞങ്ങളുടെ സ്കൂളിൽ നടന്ന ഒരു ഓണാഘോഷത്തെ പറ്റി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം.